നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിൻ്റെ 13ാം ദിവസമായ ഇന്ന് സഭയിൽ വിശദമായ ചർച്ചകളാണ് നടന്നത്. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. വേമ്പനാട് കായൽ സംരക്ഷണം, വന്യമൃഗ ആക്രമണം സംബന്ധിച്ച വിഷയത്തിലെ ഹൈക്കോടതി നിരീക്ഷണം, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പാ നിബന്ധനകൾ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി സമഗ്ര കർമ്മ പദ്ധതി, ഭൂരഹിത ഭവനരഹിത പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. വേമ്പനാട് കായൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മത്സ്യകൃഷി വ്യാപകമാക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്നും ഉൾനാടൻ മത്സ്യമേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടായതായും മന്ത്രി വ്യക്തമാക്കി. ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം 2020-21 34,987 മെട്രിക് ടണ്ണിൽ നിന്ന് 23-24 വർഷത്തിൽ 40,852 മെട്രിക് ടൺ ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ അഭിമാനത്തോടെ 100 കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യകൃഷിക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. വന്യജീവികളിൽ നിന്നുള്ള ആക്രമണം തടയുന്നതിന് വനാതിർത്തികളിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സഭയെ അറിയിച്ചു. കേരളത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വനാതിർത്തികളിലും ഫെൻസിംഗ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി പൂഞ്ഞാർ മണ്ഡലം മാറാൻ പോവുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് 50,000 മുതൽ 50 ലക്ഷം വരെ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വായ്പ നൽകാനുതകുന്ന വിവിധ പദ്ധതികൾ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ മുഖ്യ കാര്യാലയത്തിനു കീഴിൽ 14 ജില്ലാ കാര്യാലയങ്ങളും 3 ഉപജില്ലാ കാര്യാലയങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്നും M. വിൻസെന്റും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്ന് M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. 11 ക്ഷേമനിധി ബോർഡുകളിലായി 2011 കോടി രൂപ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കുടിശ്ശികയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ സാധാരണ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ ഒരു കുറവും വരില്ലെന്നും അത് ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിൽ 35-40 ലക്ഷം പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത് കിട്ടുന്നില്ല എന്നാണ് ഈ സർക്കാരിന്റെ പ്രതിപക്ഷം പറയുന്നത്. സാർ, ഇതിൽ വളരെ ലാഘവത്വത്തോടു കൂടിയ പുച്ഛത്തോടു കൂടിയുള്ള ധനകാര്യമന്ത്രിയുടെ ഈ മറുപടിയിൽ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. മലയോര പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിലുള്ള മരങ്ങൾ ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കായി പോലും മുറിക്കുവാൻ കഴിയാത്തത് കാരണമുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ച് ശ്രീ പ്രമോദ് നാരായൺ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും 2022 വരെ കർഷകരുടെ കുടിശ്ശികയായ വായ്പകൾക്ക് കടാശ്വാസം അനുവദിക്കുന്നതിനായി കർഷക കടാശ്വാസ കമ്മീഷൻ അപേക്ഷ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ സജീവ് ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദും മറുപടി പറഞ്ഞു. സർ, നേരത്തെ നിലവിലുള്ള നിയമപ്രകാരം പട്ടയഭൂമിയിൽ സ്വയം കിഴുത്തു വന്നതോ നട്ടതോ ആയ മരങ്ങൾ പ്രത്യേകമായി സ്പെസിഫൈ ചെയ്ത മരങ്ങൾ കുറിച്ച് ബാക്കി മുറിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇറക്കിയ ഒരു ഉത്തരവ് മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദുരുപയോഗപ്പെട്ട സാഹചര്യത്തിലാണ് മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൽക്കാലം അതുമായി മുമ്പോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചത്. കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് കർഷകർ കടാശ്വാസവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപേക്ഷകളിൽ പരമാവധി അവരെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം കമ്മീഷൻ 244 സിറ്റിങ്ങുകൾ നടത്തി 79,215 അപേക്ഷകൾ തീർപ്പാക്കി ഇതുവരെ
66.88 കോടി രൂപയുടെ അവാർഡ് കർഷകർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് സഭയിൽ വന്ന 10 സബ്മിഷനുകൾക്ക് അതാത് മന്ത്രിമാർ മറുപടി നൽകി. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വിവിധ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കി. 5, 6, 11, 15, 21, 28, 42 എന്നീ നമ്പർ ധനാഭ്യർത്ഥനകളിൽ മേലാണ് ഇന്ന് ചർച്ച നടന്നത്. 23 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചർച്ചയ്ക്ക് മന്ത്രിമാർ മറുപടി നൽകി. കിട്ടേണ്ട ടാക്സ് കൃത്യമായി വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളം നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, നമുക്ക് 47,000 കോടിയിൽ നിന്നും 81,000 കോടിയിലേക്ക് ഈ വർഷം നമ്മുടെ ടാക്സ് റവന്യൂ വന്നു. നോൺ ടാക്സ് റവന്യൂ കൂടി വരുമ്പോൾ അത് 1,03,000 കോടി, ഏകദേശം 85-90% വരെ വരും. ആ മൊത്തം അങ്ങനെ വരുവാനും നോക്കിയാൽ. പക്ഷേ അതല്ല, ഇനിയും കൂടുതൽ വരണമെന്നുള്ള അഭിപ്രായമാണ്. അതിനകത്ത് നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം. സാർ, ലൈഫ് കേരളത്തിലെ വലിയ പദ്ധതിയാണ്. അതിനോടൊപ്പം ഗൃഹശ്രീ പദ്ധതി നമ്മൾ ആരംഭിച്ചിരിക്കുന്നു, തൻ്റെ ഇടം പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. സാർ, ഈ വിധത്തിൽ ഭവന നിർമ്മാണ രംഗത്ത് ഒരു പുതിയ ഭവന നയമുൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായ പരിശ്രമത്തിലേക്ക് ഈ ഗവൺമെൻറ് കടക്കുകയാണ് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുന്നു. മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ആചാര്യ സ്ഥാനീയർക്കും കോലധാരികൾക്കും പ്രത്യേകമായ രൂപത്തിലുള്ള ഫണ്ട് ഈ കാര്യത്തിൽ അനുവദിക്കുകയുണ്ടായി. 1,400 രൂപ ഉണ്ടായിരുന്ന അവരുടെ പെൻഷൻ 1,600 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സ്റ്റോൺ മാട്രിക്സ്, അസ്ഫാൽറ്റ് എന്ന സാങ്കേതിക വിദ്യയും കേരളത്തിലെ നിർമ്മാണ രീതികളിൽ നടപ്പിലാക്കി വരും. പാലങ്ങളിൽ എക്സ്ട്രാഡോസ് കേബിൾ സ്റ്റേ പാലം, സെൻട്രൽ സ്പാൻ കേബിൾ സ്റ്റേ പാലം, സെഗ്മെന്റൽ ബോക്സ് ഗർഡർ നിർമ്മാണം, നെറ്റ്വർക്ക് ടൈഡ് ആർച്ച് ആൻഡ് സ്റ്റീൽ കമ്പോസിറ്റ് ബ്രിഡ്ജ്, അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.